ആ കേട്ടോ. വെൽക്കം ടു ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആനിയാടിക്കുത്ത് വാട്ടർഫോൾസ് കാണി. തമ്പുരുണ്ട്, മിഥുനുണ്ട്. നമ്മളിതാ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. കട്ടയുണ്ട്. വരുന്നവർക്ക് എന്തെങ്കിലും ഇത് കൊടുക്കാനുണ്ടോ? നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? കൊടുക്കാനൊന്നുമില്ല. എന്തുവേണ്ടി പറ. വെള്ളം കൂടുതൽ അതെ അതെ, സൂക്ഷിച്ച് മാത്രം എടുക്കുക. ഇതുമ്മടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആനയാടിക്കുത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്ര നേരം പൊരിഞ്ഞ മഴയായിരുന്നു. ചിറാപ്പുഞ്ചി മഴ എടുക്കാൻ വന്ന നമ്മൾ ചിറാപ്പുഞ്ചി. താഴത്തെ കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ആൾക്കാരാന്ന് തോന്നുന്നു. ആളുള്ളത് അത് താഴത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ക്ലൈമറ്റും ഇതുണ്ട്. കുഴപ്പമില്ല. ഇതാണ് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ആനയാടിക്കുത്ത് പാലമാണ് ഗൈസ്. വെള്ളമുണ്ട്, മഴയൊക്കെ ആയിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു എത്ര നേരം. ഇപ്പോഴായപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു മഴയില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാനും കഴിയും. നമുക്ക് ഈ വഴി പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് വഴിയൊന്നും ഉണ്ടായിട്ടല്ല ഗൈസ്, ചുമ്മാ പോകുന്നതാണ്. ഇങ്ങനെയാണല്ലോ, കാട് തേടിയാണല്ലോ ഓരോരോ വഴികൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിടിച്ചേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്, നല്ല രസമുണ്ട്. മഴയത്ത് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അതിഭംഗിയായ കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് കൊള്ളാം. എൻ്റെ വഴിക്ക് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാട്ടിലൂടെയാണ് യാത്ര. നമ്മളും അങ്ങോട്ട് നടക്കുകയാണ്. നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങോട്ട് വരുന്നവരൊക്കെ നോക്കി വരിക. നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറാണ് പോകുന്നത്. ഓ മക്കളെ, നിങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ഇറങ്ങിക്കോ. മഴയാണെന്ന് നോക്കുകയൊന്നും വേണ്ട, ഇറങ്ങിക്കോ. മഴയത്താണ് ബ്യൂട്ടി ഇരിക്കുന്നത്. വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ ഒരു നടുക്കൊക്കെയാണ് നിൽക്കുന്നത്. ഇതാണ് ഹായ് പറയാൻ പറ. വ്ളോഗിൽ ഹായ് പറയാൻ പറ. വ്ളോഗാണ്, കാണാൻ പറ്റില്ല. കട്ടയുടെ വൈഫാണ് ഇത്. കട്ടയുടെ വൈഫല്ല, അതാണ് കട്ടയുടെ വൈഫ്. കല്യാണം ഉറപ്പിച്ച ചേക്കാണ്. അടുത്ത മാസമാണ് കല്യാണം. ഒരു വരനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആനയാടിക്കുത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വ്യൂ പോയിന്റിലേക്കാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്. നമ്മുടെ കട്ട ഇവിടെയുണ്ട്, മിഥുനിവിടെ ഉണ്ട്, തമ്പുരൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് മുകളിലത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ.
ഇങ്ങോട്ട് വന്നവർ ഇവിടെ നോക്കി തരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തെന്നലും വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി സ്വന്തം റിസ്കിൽ നിൽക്കുക. സ്വന്തം റിസ്കിൽ നിന്നിട്ട് കാര്യമില്ല, താഴ്ത്തു പോലെയാണ് താഴ്ത്തു പോകും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ കെയർഫുള്ളായിട്ട് നിൽക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴുക്കലാണ്, ഈ മഴയൊക്കെ പെയ്ത് കൊടുക്കുന്നത് നല്ല വഴുക്കലാണ് ഇവിടെ. വരിക, ആസ്വദിക്കുക, പോവുക. ഓക്കെ, നല്ല വഴുക്കലാണ് താഴേക്ക്. മിഥുൻമണിയാണ് മുകളിൽ നിൽക്കുന്നത്. മിഥുൻമണി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റീല് കാണണമെങ്കിൽ മിഥുൻമണിയുടെ മിഥുൻ PM എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ കയറുക. അക്കൗണ്ടിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ആനയാടി വെള്ളക്കുത്തിൻ്റെ അതിമനോഹരമായ വീഡിയോ നമുക്ക് മിഥുൻ PMൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ കാണാം. കണ്ടോ, ഇതാണ് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ്. ഓക്കെ, ഇതുപോലെയാണ് നിങ്ങളൊക്കെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കണ്ടോ, എവിടെയെങ്കിലും മാറി നിൽക്കുക, ഫോൺ വിളിക്കുക, ഒരവസരം കിട്ടുമ്പോൾ ഫോൺ വിളിക്കുക. എന്ത് ചെയ്യാൻ, കല്യാണം ഉറപ്പിച്ചില്ലേ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ. അപ്പം ഞങ്ങളിനി ഇവിടെ നേരെ താഴത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് ബ്യൂട്ടിഫുള്ളായ വ്യൂ എന്ന് പറയുന്നത് കേട്ടു. നമ്മൾ കൂടെ ഉള്ള ഇതിനൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും താഴ്ത്ത് പോയി വെക്കാം, അവിടുത്തെ എന്താണ് കാര്യങ്ങളെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ വഴി ഇവിടുന്ന് തിരിച്ച് കയറുമ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റ് സൈഡിൽ ഇതേ ബോർഡൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ, ഈ ബോർഡൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി നേരെ ഇറങ്ങി ചെല്ലുന്നത് തെങ്ങോടാണ്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് എന്തായാലും വളരെയധികം നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇത് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലായിട്ട് ഇത് വരുന്നത്, ആനയാടി വെള്ളക്കുത്ത്. എന്തായാലും കൊള്ളാം. ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വണ്ണപ്പുറത്ത് കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും വരിക. പിന്നെ മാലിന്യങ്ങൾ കിട്ടുന്ന നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. കാരണം ഒരു അതിമനോഹരമായ സ്ഥലമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് കഥ. താഴത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിന്റിലേക്ക് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്താണ് വ്യൂ പോയിൻ്റ് കണ്ടോ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത്. യെസ്, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശിക്ഷാർഹമാണ്. ഓക്കെ, വഴി താഴത്തേക്കുള്ള വഴിയാണ്. കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഈ വഴി ഫുള്ള് മാലിന്യങ്ങളൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കേരളമാണ്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. നമ്മൾ ആനയാടിക്കുത്തിൻ്റെ താഴത്തെ വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം നല്ലതായിരുന്നു. എന്ത് ചെയ്യാൻ, എല്ലാവരും സൂക്ഷിച്ചൊക്കെ നടന്നു പോകുക ഇവിടെ വരുന്നവർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വഴുകി കിടക്കുകയാണ്. തെന്നി വീഴാൻ എപ്പോൾ വേണമെങ്കിലും തെന്നി വീഴാൻ നല്ലധികം ചാൻസ് ഉണ്ട്. ഒരു ചേച്ചി അവിടെ എന്താണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നവർ മാലിന്യങ്ങളൊന്നും ഇടാതെ, നമ്മുടെ കേരളമാണ്, നമ്മൾ അതിമനോഹരമായി കൊണ്ടുകൊണ്ട് നമ്മുടെ ഇതാണ്, നമ്മളവരൊക്കെ വരുന്നുണ്ട്. ഇതാണ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞങ്ങൾ താഴത്തുനിന്ന് വരുമ്പോൾ ട്രാവലറൊക്കെ കിടക്കുന്നുണ്ട്. ട്രാവലറിന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു വീടാന്ന് തോന്നുന്നു. ട്രാവലറിന് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് താഴത്ത് പോയിട്ട് അവിടുത്തെ വ്യൂ പോയിന്റിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതാണ് വേറൊരു വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയാം. താഴത്തേക്ക് കുറേ നടക്കാനുണ്ട്. അമ്മയൊക്കെ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ കാണാം കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടുത്തെ വ്യൂവും കൂടി കണ്ടിട്ട് പോവാം. റെസ്റ്റോറൻറ്റാ, ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ കാണുന്നുണ്ട് താഴെ. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ട്. കൊള്ളാം. ഇത് കാളിയാർ വണ്ണപ്പുറം സൈഡ് ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. ആ സൈഡ് കാണുന്നു. കട്ടയും തമ്പുരും ഇതിനൊക്കെ പുറകെ വരുന്നുണ്ട്.
കേട്ടോ. സൂക്ഷിച്ച് വരും ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ. കാല് വഴുകി പോയിട്ടുണ്ടെങ്കിൽ താഴെയാണ് പിന്നെ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് വരിക. മഴയൊക്കെയുള്ള ടൈമാണ്. ഇവിടിങ്ങനെ നടന്നു പോകണം. യെസ്, ഈ ഒരു ഇവിടെ ഒരു റെസ്റ്റോറൻ്റ്, ഒരു ടീ ഷോപ്പ് പോലത്തെ ഒരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡുകളുള്ള വഴി നടന്നു വരുമ്പോഴാണ് നമ്മൾ ആനിയാടിക്കുത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ വ്യൂ പോയിന്റിലേക്ക് നമ്മളെത്തി. ഓ, ഇവിടെ നിന്ന് അങ്ങ് നോക്കുമ്പോൾ ഒരു വൈറ്റ് ഇതിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ആ, നോക്കാം. യെസ്, ഇവിടെ നടന്ന് അങ്ങോട്ട് പോയി നോക്കാം. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ. നല്ല വെള്ളമുണ്ട്. ഇതാണ് ഇവിടുത്തെ എന്താണ് മോനെ കാണുന്നത്? വിഷയമാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. നമ്മളാ നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ അവന്മാരവിടെ നിൽക്കണ കാണാൻ പറ്റും. നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു, നല്ല വെള്ളമാണ്. നമ്മുടെ പിള്ളേരൊക്കെ എടുക്കുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വന്നൊരു നോക്കി നിൽക്കുക കേട്ടോ. നല്ല വെള്ളം എന്ന് വെച്ചിട്ട് നല്ല വെള്ളമാണ്. കട്ട എന്താണ് പറയാനുള്ളത്? ഡേഞ്ചറസ് ആയുള്ള സിറ്റുവേഷൻ ആണെന്നാണ് കട്ട പറയുന്നത്. പറഞ്ഞ ശരിയാണ്, നല്ല വെള്ളം ഉണ്ടല്ലോ ഏട്ടെ. ഇത് മണിക്ക് എന്താ പറയുക? ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒരു പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ഇത്രയും വെള്ളമുള്ള സ്ഥലത്ത് ജസ്റ്റ് ഒരു കയറിലുമാണ് നിൽക്കുന്നത്. ശരിയാണ്, അവിടെ ഒരു വട്ടൊരു കയറ് കെട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രിക്കോഷൻ എന്ന് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളൊരു കുത്തനെ ഒരു കട്ടിങ് പോലത്തെ ഒരു ഇതാണ്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. അതെ, കാണുന്ന ഇതിൻ്റെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. മുകളിൽ രണ്ടുപേര് കയറിയിരിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ താഴത്താണെങ്കിൽ ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വരുമ്പോൾ നിങ്ങൾ മാക്സിമം നോക്കി എന്താ ചെയ്യണ്ടേ? മെയിനായിട്ട് മഴക്കാലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, ആ പറഞ്ഞതിൻ്റെ കാര്യം പിന്നെ വീട്ടിലിരിക്കാനാണ്. അതുകൊണ്ട് മാത്രമാണ് ആ പറഞ്ഞത്. വേറൊരു കാര്യമുണ്ട്, ഇത്രയും ആൾക്കാരിലൊന്നൊരു മാറ്റമാണ് ഈ കാണുന്നത്. അതെ അതെ അതെ, ആ പറഞ്ഞില്ലെങ്കിൽ ശരിയാണ്. സാധാരണ എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് ഇതിപ്പോ ഇത്ര മഴയാണെങ്കിലും ആൾക്കാർ എൻജോയ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതെ അതെ അതെ, അതൊരു മാറ്റമാണ് കാണിക്കുന്നത്. മാറ്റമാണ്. മാറ്റത്തിനനുസരിച്ച് നല്ല രീതിയിൽ സേഫായിട്ട് നിൽക്കുക. ഇപ്പൊ മാറാൻ സാധ്യതയുണ്ട്. മിക്കവാറും ആ മുകളിൽ നിൽക്കണമാരിപ്പോ എന്തിനും ഒരു മാറ്റം സൃഷ്ടിക്കും ഇവിടെ. മഴ പെയ്തതുകൊണ്ട് നല്ല വെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളമാണ്. നമ്മളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ആദ്യം ഉണ്ടാവുന്നവരൊക്കെ കയറിപ്പോയി, എല്ലാവരും കയറിപ്പോയി. ഇപ്പോൾ ഞങ്ങളും ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പേരും കൂടി ഉള്ളൂ ഇവിടെ. നല്ല മഴ എന്ന് വെച്ചാൽ അതിശക്തമായ മഴ കേട്ടോ ഇപ്പോൾ ആനയടി വെള്ളക്കുത്തിൽ. സീൻ എന്ന് വെച്ചാൽ സീൻ വിഷയമാണ്. ഇപ്പം നമ്മുടെ കാണുന്നതാണ് ആനയടിക്കുത്ത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു ചേട്ടൻ്റെ കടയൊക്കെ ഉണ്ട്. ഇവിടെ സ്നാക്സ് എല്ലാം കിട്ടി. ചായ ഒക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ? ആ, ഇവിടെ ചായ കിട്ടും, എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. ചായ ഉണ്ട്, ചെറിയുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ബെന്നി. ബെന്നി ചേട്ടൻ്റെ വീട് എവിടെയാ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എങ്ങനെയാ ഇപ്പൊ തിരക്കൊക്കെ ഉണ്ടോ ഇപ്പൊ? ആ, ഓക്കെ 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 ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? വലിയ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആണല്ലേ? ഓക്കെ 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 ഓക്കെ.
ഇതിന് തൊട്ട് താഴെ എന്താ കേട്ടോ ഇപ്പോൾ ഉള്ളത്? തൊട്ട് താഴത്തേക്ക് ഫുൾ ഇതാണോ? ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടെല്ലാം ഡേഞ്ചറാ, ഇവിടെ മാത്രം ഒരു പ്രശ്നമില്ലാത്ത ആണല്ലേ? ഓക്കെ. കുളിക്കാനൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ ഇത് നമ്മളിപ്പോ ഏത് പഞ്ചായത്തിന്റെ കീഴിൽ അത് വരുന്നത്? കൊല്ലപ്പുറം പഞ്ചായത്ത്. കൊല്ലപ്പുറം പഞ്ചായത്തിന്റെ കീഴിലാണ്, വണ്ണപ്പുറത്തിന്റെ കീഴിലല്ലേ? ആ ഓക്കെ ഓക്കെ. വണ്ണപ്പുറം ഈ ആനയാടിക്കുത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഈ ഇത് കാണുന്നതാണ് ആനയാടിക്കുത്ത്. ചേട്ടന്റെ പേര് ബെന്നി. ആ ഈ ആനയാടിക്കുത്തിന്റെ തൊട്ട് സൈഡിൽ നമ്മുടെ ഇതാ ബെന്നി ചേട്ടന്റെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടെ ബെന്നി ചേട്ടൻ ചെയ്തു തരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ ബെന്നിച്ചേട്ടൻ്റെ കടയുടെ സൈഡിലാണ് നിൽക്കുന്നത്. ഇതാണ് ബെന്നിച്ചേട്ടൻ. എൻ്റെ തൊട്ട് താഴെയാണ് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അവരവരുടേതായ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരിക. കാരണം നല്ല മഴയുള്ള ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു കോട്ടൊക്കെ മേടിച്ച് നൈസായിട്ട് വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. മാക്സിമം വേസ്റ്റൊക്കെ ഇടാതെ സൂക്ഷിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെയാണ് നമ്മുടെ നാട്ടിനെ നന്നാക്കുക. പുറത്തുനിന്ന് ഒരാൾ വന്നാലും നല്ല നീറ്റായിട്ട് കിടക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. പിന്നെ ഇവിടെ ലേഡീസിന് കുളിക്കാനും ഫ്രഷ് ആവാനും ഒക്കെയുള്ളൊരു റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. നല്ല ചൂട് കട്ടൻ ചായ മഴയത്ത്. കട്ട എങ്ങനെയുണ്ട് ബെന്നിച്ചേട്ടൻ്റെ ഇടയിലെ ചായ? അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല ചായ കേട്ടോ. ചായയല്ല, കട്ടൻ കാപ്പി. നല്ല കട്ടൻ കാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെ പെയ്ത് ഇവിടെ നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയാണ്. ഇരുട്ടായി തുടങ്ങി. ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങിയാലാണ് നമുക്ക് താഴെ എത്താൻ പറ്റുള്ളൂ. കുറച്ച് നടക്കാനുണ്ട്. ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ സംതിങ് നമുക്ക് താഴെ, 1.5 കിലോമീറ്റർ സംതിങ് നമുക്ക് താഴേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇറങ്ങിയാലാണ്, കാരണം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയാലാണ് നമുക്ക് താഴേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഏതായാലും ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.